welcome back to my channel. അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടൊന്നുമല്ല, ഒരു ജസ്റ്റ് ഒരു ബർത്ത്ഡേ വ്ളോഗായിട്ടാണ് എത്തിയിരിക്കുന്നത്. നാളെ എൻ്റെ മദറില്ല, അതായത് മമ്മിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. ഞാൻ പിന്നെ എൻ്റെ ഉൾപ്പെടെ ഞാൻ എല്ലാ ബർത്ത്ഡേയും ആർട്ടിച്ച് പൊളിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൈലിൽ അത്യാവശ്യം ചെറുതായിട്ടും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മുടെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് വരുന്ന ഫസ്റ്റ് ബർത്ത്ഡേ ആണ് മമ്മിയുടെ ബർത്ത്ഡേ വന്നേക്കുന്നത്. അപ്പം ആ ബർത്ത്ഡേയുടെ ഒരുക്കങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങളത് ഞാൻ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ 2 ദിവസമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഡീറ്റെയിൽ റെസിപ്പി ആയിട്ടൊന്നും ഈ ഒറ്റ വ്ളോഗിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ലെങ്തി ആയി പോകും. അപ്പം മെയിൻ റെസിപ്പീസ് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കേക്കും ഞാൻ തന്നെ ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത്. സാധാരണ കേക്ക് അങ്ങനെ പുറത്തൊന്നും വാങ്ങിക്കില്ല, അങ്ങനെ അത്ര റിസ്ക് എടുക്കാറില്ല. അപ്പൊ അതുകൊണ്ട് ഈ പ്രാവശ്യം എന്തായാലും കൊറോണയുടെ ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ തന്നെ ഒന്നു കേക്ക് ഉണ്ടാക്കി നോക്കാന്ന് വെച്ചാൽ യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്തതല്ലേ. കേക്ക് എന്തായാലും തലേദിവസം ചെയ്യണമല്ലോ. തലേദിവസം ചെയ്തിട്ട് ഇന്ന് ആക്കി വെച്ചാലേ നാളത്തേക്ക് അത് ആവുള്ളൂ. അതുപോലെ ഇനി നാളെ ആക്കാന്ന് വെച്ചാലും നാളെ എല്ലാം കൂടി ആക്കിയപ്പോൾ ആകെ ഹർബറി ആയി പോകും. അപ്പം ഇന്ന് കേക്ക് റെഡിയാക്കി ബാക്കി നാളെ ചെയ്യാം എന്നുള്ളതാണ് വിചാരിച്ചത്. അപ്പം ഇന്നിപ്പോ രാവിലെ എഴുന്നേറ്റു, പല്ലേപ്പുളിയൊക്കെ കഴിഞ്ഞു, കൊച്ചിന്റെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നോക്കി, കൊച്ചിന് കുറുക്ക് കൊടുത്തു, കുളിപ്പിച്ചു, അത്യാവശ്യം അങ്ങനത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം പയ്യെ ഇപ്പൊ ഒരു 11:30 കഴിഞ്ഞിട്ടുണ്ട്, സമയം ടൈം 11:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി പയ്യെ കേക്കിന്റെ കാര്യങ്ങളിലേക്ക് പോവാം. അപ്പൊ ഞാനൊരു പിസ്ത കേക്കാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ റെസിപ്പി എങ്ങനെയാണെന്നും അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ജസ്റ്റ് ഓവറോൾ ആയിട്ട് നമുക്കൊന്ന് കാണാം. നാളത്തേക്ക് ഉദ്ദേശിക്കുന്നത് കുഴിമന്തിയാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ കുറച്ച് ഉണ്ടാക്കി നോക്കിയായിരുന്നു എങ്ങനെയാണെന്നുള്ള. അപ്പൊ നോക്കി നല്ല ടേസ്റ്റ്, എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പൊ എന്ന് വെച്ചാൽ ഞാൻ അന്ന് കുറച്ചരിക്ക ഉണ്ടാക്കിയോണ്ട് ആൾക്കാർക്ക് അത്ര തികഞ്ഞില്ല, കാരണം ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാനുള്ള അത്യാവശ്യം എല്ലാവർക്കും കിട്ടിയതുള്ളൂ. അപ്പൊ അന്ന് ഞാൻ വിചാരിച്ചായിരുന്നു മമ്മിയുടെ ബർത്ത്ഡേക്ക് എന്തായാലും നമുക്ക് കുഴിമന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ ആ കുഴിമന്തി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നാളെ കുഴിമന്തി, അതിന് കുറച്ച് ചട്നീസും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് കേക്കും. അപ്പൊ അങ്ങനെയാണ് എൻ്റെ മനസ്സിലൊരു പ്ലാന്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ കൊച്ചും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, അപ്പൊ അതെല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വേണമല്ലോ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പൊ ഈ 2 ദിവസത്തെ എൻ്റെ ബർത്ത്ഡേ, അതായത് ബാക്കിയുള്ള ഡേ ഇൻ മൈ ലൈഫ് പോലെ ഓരോ കാര്യങ്ങളും കാണിക്കുന്നില്ല, ജസ്റ്റ് ഈ ബർത്ത്ഡേയുടെ അത്യാവശ്യം ഈ ഒരുക്കങ്ങളുടെ മാത്രമാണ് കാണിക്കുന്നത്. അപ്പൊ ഡീറ്റെയിൽ റെസിപ്പി അടുത്ത വരും. പിന്നെ ചട്നിയുടെ റെസിപ്പി ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം. ഇപ്പൊ കുഴിമന്തി കേക്ക് ഞാൻ വേറെ രണ്ട് വീഡിയോയുടെ അടുത്ത ദിവസങ്ങളിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ കേക്കിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ച് വെക്കുകയാണ്. അതെല്ലാം ഒന്ന് അരിച്ച് സെറ്റാക്കി കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ല ഒരു 11:30 കഴിഞ്ഞു. അപ്പം ഉച്ചയ്ക്ക് ചോറിനതിന് മുമ്പ് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ നമുക്ക് ഓവനിൽ കയറ്റാം. അപ്പോൾ അതിന് ഞാൻ പെട്ടെന്ന് ഇതൊക്കെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2-3 പ്രാവശ്യമൊക്കെ ഒന്ന് അരിച്ചെടുക്കുകയാണ്. എൻ്റെ കയ്യിലാണെങ്കിലും ഇപ്പോൾ കേക്കിനുള്ള വലിയ ടൂൾസും കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ സ്ഥിരം ഉണ്ടാക്കുന്നല്ലോ. അപ്പോൾ ഞാൻ വെച്ചാൽ എൻ്റെ കയ്യിൽ ബീറ്റർ ഉണ്ട്, പിന്നെ ഒരു മെഷറിങ് കപ്സ് ഉണ്ട്, സ്പാച്ചുലുണ്ട്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ കേക്കിന് വേണ്ടിയുള്ള സാധനങ്ങൾ. അപ്പോൾ അതൊക്കെ വെച്ച് പിന്നെ അതുപോലെ തന്നെ കട്ടിങ്ങും ബാക്കി ഐസിങ് ഒക്കെ ചെയ്യുമ്പോൾ എല്ലാം നമ്മുടെ ഉടായ്പ് രീതിയിലാണ്. ഇപ്പോൾ നമുക്കൊക്കെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ചൊക്കെ ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി നിങ്ങൾ എന്തായാലും കാണണം, അടുത്ത് വരുന്നത് കാണണം. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതെല്ലാം കാണിക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ സമയം ഒരു 2 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ബേക്ക് ആവുന്ന സമയം കൊണ്ട് ഞാൻ ഫുഡ് കഴിക്കട്ടെ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഐസിങ്ങിൻ്റെ പരിപാടിയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഞാൻ പയ്യെ വിപ്പിംഗ് ക്രീമൊക്കെ റെഡിയാക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതേ വിപ്പിംഗ് ക്രീമൊക്കെ അത്യാവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഗനാഷൊക്കെ റെഡിയാക്കി, അങ്ങനത്തെ കുറച്ച് പണികളെല്ലാം ഞാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒക്കെ അത്യാവശ്യമായിട്ടുണ്ട്. ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ വന്നു. പക്ഷേ ഒരു പ്രശ്നം പറ്റിപ്പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കറണ്ട് പോയി, ഒരു 5 മിനിറ്റ് കറണ്ട് പോയി. അപ്പോഴത്തേന് ആകെ എല്ലാം കുളമായി. കാരണം നമ്മുടെ കേക്കിൻ്റെ ഏറ്റവും എന്ന് വെച്ചാൽ അതിൻ്റെ മിക്സിങ്ങും പിന്നെ അതുപോലെ ബേക്ക് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു 5 മിനിറ്റ് കറണ്ട് പോയപ്പോൾ ആ ചൂടൊന്ന് കുറഞ്ഞു പോയപ്പോഴത്തേനും അതേ ചെറുതായിട്ട് ആ മേളിലൊന്ന് വിണ്ടു വന്നു. പക്ഷെ മേള് ഇങ്ങനെ ഭയങ്കര സ്റ്റിഫൊന്നും ആയില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കറണ്ട് പോയതുകൊണ്ട് അങ്ങനെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. അതിനിപ്പോൾ ഉള്ളത് അത് വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ പിന്നെ അതിനുശേഷം ഞാനിപ്പോൾ ഐസിങ്ങിലേക്കൊക്കെ കടന്നിരിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് സമയം ഒരു 4 മണി ആയിട്ടുണ്ട്. എന്തായാലും ചെയ്ത് അവസാനം നമ്മുടെ കേക്ക് ഈ ഒരു പരുവം വരെ എത്തിയിട്ടുണ്ട്. സമയം 8 മണി, രാത്രി 8 മണിയും ആയിട്ടുണ്ട്.
അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ആ രാവിലെ 11 മണി തുടങ്ങിയിട്ടുള്ളൊരു ഫുൾ പണിയാണ് ഇപ്പോൾ ഒരു കേക്ക് എന്ന് പറയുന്നത്. എന്നാൽ അപ്പോൾ അങ്ങനെ വിചാരിക്കുമ്പോൾ ചിലപ്പോൾ വിചാരിക്കുമോ എന്തിനാ ഇത്രയും കഷ്ടപ്പെടണം, നമുക്കൊരു കേക്ക് വാങ്ങിച്ചാൽ പോരെ. എന്നാലും നമ്മളായിട്ട് തന്നെ ഒരു കേക്കൊക്കെ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ളിൽ മനസ്സിന് സംതൃപ്തി, ഇതൊക്കെ രസമല്ലേ അല്ലേ. നമ്മളിങ്ങനെ ഒരു ബർത്ത്ഡേക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇതുപോലെ ചെറിയ ചെറിയ സന്തോഷങ്ങളും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴല്ലേ. അല്ലാതെ എല്ലാം നമ്മൾ എല്ലാം പുറത്തുനിന്ന് തന്നെ വാങ്ങിച്ച് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ അതിനേക്കാൾ ഒരു ഇരട്ടി മധുരം എന്തായാലും ഉണ്ടാകും. നമ്മൾ 2 ദിവസത്തെ ഒരു കഷ്ടപ്പാടാണെങ്കിലും എല്ലാവരും കൂടെ ഒന്ന് അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു കൂടലും അതൊക്കെ ഒരു പ്രത്യേക അനുഭവം തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു 2 ദിവസത്തെ കഷ്ടപ്പാടെന്ന് പറയുമ്പോൾ ആ ഒരു പരിപാടിയുടെ സമയം എന്ന് പറയുമ്പോൾ നമുക്ക് നല്ലൊരു ഹാപ്പിയാണ് എല്ലാവരും. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം ഇതുപോലെ പുറത്തുനിന്ന് വാങ്ങിച്ചാലോ അല്ലെങ്കിൽ എല്ലാം ഓർഡർ ചെയ്താൽ കിട്ടുന്ന ആ ഒരു അതിന് ഇതിൻ്റെ ഒരു സുഖം കിട്ടില്ല എത്രയൊക്കെ പറഞ്ഞാൽ. രാത്രി 10 മണിയായപ്പോഴത്തേനും നമ്മുടെ കേക്കിൻ്റെ അവസ്ഥ ഈ ഒരു പരുവത്തിൽ എത്തിയിട്ടുണ്ട്. നമ്മളെന്ന് വെച്ചാൽ അത് അത്ര കേക്ക് എക്സ്പേർട്സ് ഒന്നും അല്ലല്ലോ, പെട്ടെന്ന് നമ്മൾ സ്പീഡ് ചെയ്യാൻ വേണ്ടി. അപ്പം അതുകൊണ്ട് എന്തായാലും സമയം 10 മണിയായിട്ടുണ്ട്. അപ്പം ഞാൻ തൽക്കാലം ഇവിടെ വെച്ച് പരിപാടി അവസാനിപ്പിക്കുകയാണ്. ബാക്കി ഇനി നാളെ ചെയ്യാം. ചെറുതായിട്ടൊന്ന് ഫ്രണ്ടിലൊന്ന് എഴുതാനുണ്ട്, ഹാപ്പി ബർത്ത്ഡേ ഒക്കെ എഴുതാനുണ്ട്. അതൊക്കെ നാളെ രാവിലെ ചെയ്യാം. അപ്പം അത്രയും ജസ്റ്റ് ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി നാളെ ചെയ്യാം. ഞാൻ കേക്കൊക്കെ ഇങ്ങനെ തന്നെ എടുത്ത് ഞാൻ ഫ്രിഡ്ജ് വയ്ക്കുകയാണ്. ഇനി ബാക്കി നമുക്ക് നാളെ കാണാം. അപ്പോൾ നമ്മൾ ബർത്ത്ഡേ ദിവസം എത്തിയിരിക്കുകയാണ്. അപ്പോൾ രാവിലെ ഇതുപോലെ തന്നെ പതിവായിട്ടുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. കൊച്ചിനെ കുളിപ്പിക്കലും കുറുക്കുടൊക്കെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുഴിമന്തിയുടെ പരിപാടിയിലേക്ക് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബീച്ചാനും ഉണ്ട് ഇന്ന് ഹെൽപ്പ് ചെയ്യാൻ. ഇന്ന് ബീച്ചാനും ലീവാണ്, ഞായറാഴ്ചയാണല്ലോ. അപ്പം ബീച്ചാനും ലീവാണ്. അപ്പം കുഴിമന്തിക്കൊക്കെ ബീച്ചാനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ വീഡിയോ ഓൾറെഡി ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണക്കൊക്കെ ഞങ്ങൾ ഔട്ട്ഡോറായിട്ട് ചെയ്യാമെന്നായിരുന്നു ഞങ്ങൾ ഓൾറെഡി തീരുമാനിച്ചിരുന്നത്. പക്ഷെ മഴയായതുകൊണ്ട് നമുക്ക് അത്ര സക്സസ് ആയതുകൊണ്ട് നമ്മൾ വീടിന് പുറത്തോട്ടുള്ള ഷീറ്റിൻ്റെ അടിയിലിരുന്നാണ് നമ്മളിതൊക്കെ ചെയ്യണത്. അപ്പോൾ വീച്ചാൻ ചിക്കൻ്റെ പീസൊക്കെ നല്ല ഇങ്ങനെ വരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ബാക്കി എൻ്റെ മസാലയൊക്കെ റെഡിയാക്കാൻ വേണ്ടി പോയേക്കാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ മസാലയൊക്കെ പറ്റി വെച്ചിട്ടുണ്ട്. ഇത് മാക്സിമം എന്തോരം നേരം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാമോ അത്രയും നേരം വെക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇത് രാവിലെ തന്നെ ചെയ്ത് വെച്ചത്. നമുക്ക് വൈകുന്നേരത്തേക്കാണ് നമ്മൾ കുഴിമന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ലാസ്റ്റ് ഡെക്കറേഷനിലേക്ക് നമുക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുഴിമന്തിയുടെ ചിക്കനൊക്കെ നമ്മൾ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ വേറെ പണിയില്ലല്ലോ. ആ സമയത്ത് നമുക്ക് കേക്കിൻ്റെ ബാക്കി പരിപാടി നമുക്ക് തീർക്കാം. അപ്പോൾ നമ്മൾ കേക്കിൽ ഒരു ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് നമ്മൾ ഇത് എഴുതുകയാണ്. ഞാൻ ഇപ്പം വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. ഇന്ന് മമ്മിയുടെ ബർത്ത്ഡേ ആണ്. 10 ദിവസം കഴിയുമ്പോൾ ബീച്ചാൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് ആഘോഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് കാരണം ബീച്ചാന് അത്രയും കേക്ക് കട്ടിങ്ങിനോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അതപ്പോൾ രണ്ടുപേരും കൂടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ മമ്മി ആൻഡ് പപ്പ ബൈ ഇസു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സിൽവർ ബോൾസും കൂടെ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ തന്നെ എടുത്ത് വെച്ചേക്കാം. കേക്ക് കട്ട് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് എടുത്താൽ മതിയല്ലോ. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. കേക്കിൻ്റെ റൈറ്റിങ്സും അങ്ങനെ എല്ലാ ലാസ്റ്റ് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുഴിമന്തിയുടെ പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി കുഴിമന്തിയുടെ പരിപാടിയിലേക്ക് ഇനി കിടക്കാം അല്ലേ. അപ്പോൾ ഇനി നമുക്ക് കുഴിമന്തിയുടെ പരിപാടികളാണ്. അപ്പോൾ അരിയൊക്കെ ഞാനൊന്ന് കഴുകി കുതിരാൻ വേണ്ടി എടുത്ത് വയ്ക്കാൻ പോവാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതേ നമ്മൾ അടുപ്പ് കൂട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ തീ പിടിപ്പിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യമേ തന്നെ റൈസിൻ്റെ പരിപാടികളൊക്കെ നമ്മൾ ചെയ്ത് റെഡിയാക്കി വയ്ക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ കുറച്ച് ക്യാരറ്റും ബീൻസും ഒന്ന് അരിഞ്ഞ് വയ്ക്കുകയാണ്. വലിയപ്പോൾ ചിക്കൻ കഴിക്കില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഫ്രൈഡ് റൈസും ബീഫ് ഫ്രൈയും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ കുഴിമന്തിയുടെ റൈസ് തന്നെ വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് റൈസ് എടുത്ത് മാറ്റി ഫ്രൈഡ് റൈസ് റെഡിയാക്കാമെന്നാണ് വിചാരിച്ചേക്കണത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് ക്യാരറ്റും ബീൻസും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അന്നേരത്തേക്ക് നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുഴിമന്തിക്ക് വേണ്ടിയുള്ള റൈസ് ഇട്ട് കൊടുക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും നല്ലൊരു രസമുള്ളൊരു പരിപാടിയാണ് കേട്ടോ. എല്ലാവരും കൂടെ ഇപ്പോൾ വിറകത്തിക്കലാണെങ്കിലും കണ്ണിലൊക്കെ ആകെ പുകയടിച്ച് ആകെ കരഞ്ഞ് കുളമാക്കിയായിരുന്നു ഇരിക്കണേ. ഇപ്പോൾ വീച്ചാനാണെങ്കിലും ഞങ്ങളുടെ മറ്റേ 2 കസിൻസ് അവരൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ നല്ലപോലെ ഇങ്ങനെ വിറക് കത്തിച്ചൊക്കെ നല്ല അടിപൊളിയായിട്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നമ്മുടെ ചിക്കനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിക്കൻ ആവണ സമയം കൊണ്ട് ചെറിയൊരു ബീട്രൂട്ട് ചട്നി ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ വെച്ചാൽ നമ്മുടെ കുഴിമന്തിയുടെ ചിക്കന് വേണ്ടി ഒരു നാച്ചുറൽ കളറിന് വേണ്ടി ഞാൻ ബീട്രൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയാണ് കുറച്ച്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചെറിയൊരു ചമ്മന്തി റെഡിയാക്കി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്.
അപ്പോൾ ഞാൻ അതിലേക്ക് 2 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. 2 ചുവന്നുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് തേങ്ങ ചിരകിയത്, അല്പം തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും വിനാഗിരി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഉപ്പും വിനാഗിരിയും ചേർത്ത് നല്ലപോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അന്നേരത്തേക്ക് നമ്മുടെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് റൈസൊക്കെ വെച്ച് നമുക്ക് ദം ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ വലിയപ്പയ്ക്കുള്ള കുറച്ച് റൈസ് മാത്രം എടുത്ത് ബാക്കി വെച്ചിട്ട് ബാക്കിയെല്ലാം ഞാൻ ഇവിടെ നിന്ന് ലെവൽ ചെയ്ത് റെഡിയാക്കുകയാണ്. ഇപ്പോൾ ഒരു സമയം ഒരു 5 മണിയായിട്ടുണ്ട്. നമുക്ക് ഇത്രയും നേരത്തെ ചെയ്യണ്ടായിരുന്നു. പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ നേരത്തെ ചെയ്തത്, അല്ലെങ്കിൽ ലൈറ്റ് പോവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ നേരത്തെ ചെയ്തെടുത്തത്. അപ്പോൾ നമ്മുടെ റൈസിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എപ്പോൾ ആവശ്യം വരുന്നോ അന്നേരത്തേക്ക് നമുക്കിത് കറക്റ്റ് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് കുഴിമന്തിക്ക് വേണ്ടിയുള്ള ടൊമാറ്റോ ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ആ തക്കാളി നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. നമ്മൾ തക്കാളി മൊത്തം അരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്കൊരു 3 അല്ലി വെളുത്തുള്ളി ജസ്റ്റ് എന്തായാലും നല്ല അരിഞ്ഞിട്ടാണുള്ളതാണ്. 3 വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. ഒരു വലിയ പച്ചമുളക്. ഇതിലേക്ക് ജീരകം, ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ടൊമാറ്റോ ചട്നിയുടെ. നമുക്കിതൊന്ന് നല്ല അരച്ചെടുത്തിട്ട് വരാം. അപ്പൊ അത് നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. അതുപോലെ തന്നെ ഇതിലേക്ക് മല്ലിയില ചേർക്കാവുന്നതാണ്. ഇവിടെ മല്ലിയിലില്ല, പിന്നെ മല്ലിയിലയുടെ എനിക്ക് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനത് ചേർക്കണ്ട. ആവശ്യത്തിന് ഉപ്പ്. അപ്പൊ ഇതേ നമ്മുടെ തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു നല്ല റെഡ് ഷെയ്ഡ് വന്നിട്ടില്ല, കാരണം നല്ല അത്ര പഴുത്ത തക്കാളി അല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ചെറിയൊരു കളറ് കുറവുണ്ട്. പക്ഷെ ടേസ്റ്റ് നല്ല സൂപ്പറാണ്. അപ്പം നമ്മുടെ തക്കാളി ചട്നി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മയോണൈസ് നോക്കാം. അപ്പൊ അടുത്ത നമ്മള് മയോണൈസ് റെഡിയാക്കാൻ പോവാണ്. ഞാനൊരു 3 മുട്ടക്കുള്ള മയോണൈസാണ് റെഡിയാക്കുന്നത്. ഇത് നമുക്ക് 2 രീതി ചെയ്യാമെന്നെങ്കിൽ മഞ്ഞയും കൂടെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വെള്ളം മാത്രമായിട്ട് എടുക്കാം. ഞാനിവിടെ വെള്ളം മാത്രമായിട്ട് എടുക്കാം. അപ്പൊ നല്ല നല്ല വൈറ്റ് കളറിൽ തന്നെ നമ്മുടെ മയോണൈസ് കിട്ടും. മറ്റേ മഞ്ഞയും കൂടെ ചേർത്തൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് വരും. അതുകൊണ്ട് ഞാൻ മുട്ടയുടെ വെള്ളം മാത്രം എടുത്തിട്ടാണ് മയോണൈസ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് അതിനാദ്യം നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ മഞ്ഞ നമുക്ക് എടുക്കാനുള്ള ഒരു മാർഗം എന്ന് വെച്ചാല് നമുക്ക് ഒരു കുപ്പി വെച്ച് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ മുട്ടയുടെ വെള്ളം മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്തോരം മുട്ട എടുത്തോ അതിന്റെ 3 ഇരട്ടി സൺഫ്ലവർ ഓയില് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇനി അടുത്ത ഓപ്ഷനിലാണ് കുരുമുളക് പൊടി. കുരുമുളക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മിക്സിയിൽ നല്ലപോലെ നമുക്കൊന്ന് അടിച്ച് നല്ല പതപ്പിച്ച് നമുക്ക് എടുക്കാം. അപ്പൊ ഇത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പം ഞാൻ ചട്നി ഉണ്ടാക്കുന്ന സമയം കൊണ്ട് ബീജാൻ ബീഫ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഫ്രൈഡ് റൈസും കൂടെ റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ അതോടെ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസും കൂടെ റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാനിലേക്ക് അല്പം നെയ്യ് ഒഴിച്ച് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസും ക്യാരറ്റും ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം, അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് സോയ സോസ് ഒഴിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമുക്ക് ആ മന്തി റൈസ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഹായ്, അപ്പൊ നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. കുഴിമന്തിയും അതിന്റെ ചട്നീസും കാര്യങ്ങളും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ എല്ലാരും വന്നിട്ടുണ്ട്. നമുക്ക് പയ്യെ കേക്ക് മുറിക്കാം. അപ്പൊ നമുക്കിനി നേരെ കേക്ക് മുറിയിലേക്ക് പോവാം അല്ലേ. അപ്പൊ എല്ലാരും എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കേക്ക് എടുത്തോണ്ട് വരാം. Happy birthday to you. Happy birthday to you. Happy birthday to you.
ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്യാൻ മമ്മീനും ബീച്ചാനും വിളിക്കും. Happy birthday to you. Happy birthday to you. Happy birthday to you, dear Mummy Vijay. Happy birthday to you. Good. അമ്മച്ചി കേക്ക് എങ്ങനെയുണ്ട് അമ്മച്ചി? അപ്പൊ നമ്മുടെ കേക്ക് കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കുഴിമന്തിയുടെ ദം പൊട്ടിക്കാം. അതെന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കുഴിമന്തി എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല സൂപ്പറായിട്ട് റൈസ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും നല്ല ഇതായിട്ട് തന്നെ കണ്ടു. റൈസൊക്കെ നല്ല വിറവറാന്ന് ഒട്ടിപ്പിടിക്കാതെ നല്ല നീറ്റായിട്ടാണ് കിട്ടിയേക്കണത്. അപ്പോൾ ഞങ്ങളത് എല്ലാം കൂടെ മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ബീച്ചാനത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ കുഴിമന്തിയുടെ ഡീറ്റെയിൽ റെസിപ്പി ഞാൻ അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങളെല്ലാവരും അത് കണ്ടു നോക്കണം. അപ്പോൾ നമ്മുടെ ചെറിയ വ്ളോഗാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. മമ്മിയുടെയും ബീച്ചാൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എങ്കിലും ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇന്നെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നമുക്ക് ഇവരുടെ എല്ലാവരുടെ അഭിപ്രായം തന്നെ നമുക്കൊന്ന് ഡയറക്റ്റ് ചോദിക്കാം. അപ്പൊ നമുക്കിതൊന്ന് ആദ്യം നമുക്കൊന്ന് വിളമ്പാം അല്ലേ? ഒറിജിനാലിറ്റി ഉണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ നല്ല സെറ്റപ്പായിട്ടുണ്ട്.